ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡിവൈഡറിനെ പരിചയപ്പെടുത്താനാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഡിവൈഡർ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഞാൻ ഈ ഡിവൈഡർ കൊണ്ട് ഒരു ഉപയോഗിക്കും. നമുക്ക് സർക്കിളൊക്കെ വരക്കി ഇതുകൊണ്ട് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ആദ്യം ബുക്കിലൊരു പേജ് എടുക്കുക. നമുക്ക് സർക്കിൾ വരച്ചിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വരച്ചിട്ട് വരയ്ക്കാതെ. അപ്പം നമുക്ക് ഇതൊട്ട് വരച്ച് വയ്ക്കുമല്ലോ. ആദ്യം നമുക്ക് വരച്ചിട്ട് വരച്ച് നോക്കാം. കോമ്പസോ വളയോ എടുത്ത് ഞാൻ ഇവിടെ കോമ്പസോ വളയോ എടുത്ത് നമുക്കൊരു സർക്കിൾ വരാം. ഞാൻ ഇവിടെ കോമ്പസാണ് എടുത്തത്. ഞാൻ കോമ്പസിൻ്റെ പെൻസിലൊക്കെ എടുത്ത് എനിക്കിത് ആവശ്യമില്ല ഈ സർക്കിൾസ്. പിന്നെ ഒരു അഴുക്ക പേജാണ് ചെയ്തത്. ആവശ്യമുള്ളവർക്ക് നല്ലൊരു പേജ് ചെയ്യാം. ഇങ്ങനത്തെ എഴുതിയ പേജിൽ തന്നെ ഒന്നുമില്ല. പിന്നെ ഇതൊരു പേജാണ് എടുത്തത്. ആദ്യം ഇതിട്ട് വരച്ചപ്പോൾ എനിക്ക് പറ്റിയില്ല. എന്നാൽ രണ്ടാമത് ഞാൻ വരയ്ക്കാതെ ചെയ്തു. 2 വട്ടം ഓൾറെഡി വരച്ചിരുന്നു. നിങ്ങളിന്ന് ഈ വീഡിയോ കണ്ടു നോക്കുക. ആദ്യത്തെ വട്ടം ഞാൻ എഴുതിയോണ്ട് വരച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി പാടായിരുന്നു. എന്നാൽ വരയ്ക്കാതെ ചെയ്യുന്നതിന് എളുപ്പം ഡിവൈഡറിൽ. അപ്പോൾ നമുക്ക് ഡിവൈഡറിൽ വരച്ചിട്ട് ചെയ്തപ്പോൾ നോക്കി കീറിപ്പോയി. നോക്കി വേറൊരു പേജ് എടുത്ത് ഞാൻ വരച്ച് നോക്കാം. ആദ്യം തന്നെ ഒരു പേജ് എടുത്തു. ഞാൻ ഡിവൈഡർ വെച്ച് വട്ടം വരച്ചു. നമ്മൾ നോർമൽ കോമ്പസ് വരയ്ക്കുന്ന കണക്ക് വരച്ചാൽ മതി. നമ്മൾ ആദ്യം കോമ്പസ് ഇട്ട് ഞാൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ സ്റ്റക്ക് വരും. ഈ സ്റ്റക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തൊരു സ്ഥലമില്ലേ, അവിടെ നിന്ന് തുടങ്ങുക, തിരിച്ച് തുടങ്ങുക. നമ്മൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ വരച്ച് കൊണ്ടുവന്നു. ആ ഒരു എൻഡ് എത്തിയപ്പോൾ സ്റ്റക്കായി. അപ്പം നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് പിറകെ വശം പേപ്പർ നോക്കി നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ സർക്കിൾ നല്ലോണം വരും. നിങ്ങൾ എന്നെ നോക്കി എൻ്റെ 3 വട്ടങ്ങൾ നല്ല ഭംഗിയായിട്ടാണ് നോക്കിയേ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഈ സർക്കിൾസ് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യണേ ഏതടുത്തേന്ന്.